സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ ഒളിച്ചുകളി തുടർന്ന് സംസ്ഥാന സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ ഫണ്ട് നൽകേണ്ട പദ്ധതികൾക്ക് പണം ചിലവഴിക്കുന്നത് ആശുപത്രി വികസന സമിതിയിൽ നിന്ന് കടമെടുത്ത്. ഇതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആശുപത്രി വികസന സമിതികൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP ടിക്കറ്റ് നിരക്കിന് ഏർപ്പെടുത്തിയത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും. രേഖകൾ ജനം ടിവിക്ക്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നേരിടുന്നുണ്ട്. പക്ഷേ അത് ആരോഗ്യ മേഖലയെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ ഒളിച്ചുകളി തുടരുകയാണ് സംസ്ഥാന സർക്കാർ. രോഹിണി, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെല്ലാം വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതിയുണ്ട്. ഈ വികസന സമിതിയിൽ നിന്നും പണം കടമെടുത്താണ് സർക്കാർ ഈ ആശുപത്രികളിലെ മറ്റു ചിലവുകൾ വഹിക്കുന്നത്. സർക്കാർ പണം നൽകേണ്ട പല പദ്ധതികൾക്കും ആശുപത്രി വികസന സമിതിയിൽ നിന്ന് തുടർച്ചയായി പണം കടമെടുക്കുന്നുണ്ട്. അതുവഴി കോടികളാണ് ഇപ്പോൾ ഈ ആശുപത്രി വികസന സമിതിക്ക് സർക്കാർ നൽകാറുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഓക്സിജൻ പ്ലാന്റിന് കോടികൾ ഇതുപോലെ ആശുപത്രി വികസന സമിതിയിൽ നിന്നും സർക്കാർ കടമെടുത്തിട്ടുണ്ട്. അതിന്റെ രേഖകൾ ജനം TV പുറത്തുവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിൽമയ്ക്ക് വേണ്ടി പണം നൽകാനുള്ള തുക കോവിഡ് സമയത്ത് ആശുപത്രി വികസന സമിതിയിൽ നിന്നും കടമെടുത്ത 30 കോടി രൂപ. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ തുടർച്ചയായി ആശുപത്രി വികസന സമിതിയിൽ നിന്നും കടമെടുത്ത് ചിലവുകൾ വഹിക്കുന്നത്. ഇതുവഴി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ആശുപത്രി വികസന സമിതികൾ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും മുന്നോട്ട് പോകാൻ പണമില്ലാതെ വരുന്നു. സർക്കാർ പണം നൽകുന്നുമില്ല, ഉള്ള പണം എടുക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലെത്തുന്ന രോഗികളെ പിഴിയാനുള്ളൊരു നീക്കമാണ് ആശുപത്രി വികസന സമിതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം OP ടിക്കറ്റിന് 10 രൂപ നിരക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതായത് മറ്റ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 5 രൂപ ഈടാക്കുമ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 രൂപ ഈടാക്കിയത്. പ്രതിദിനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് 3300ഓളം ആളുകൾ ചികിത്സ തേടി എത്തുന്നുണ്ട്. ഇതുവഴി ഇത്തരത്തിൽ ഒരാളിൽ നിന്ന് 10 രൂപ ഈടാക്കുകയാണെങ്കിൽ ഒരു ദിവസം 1.5 ലക്ഷത്തോളം രൂപ ആശുപത്രി വികസന സമിതിയുടെ ഫണ്ടിലേക്ക് വരും എന്നുള്ളതാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇത് കാരണമാണ് ഇത്തരത്തിൽ ചെറിയ തുകയാണ് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ പിഴിഞ്ഞ് ആശുപത്രി വികസന സമിതി ഫണ്ട് അത് നിറയ്ക്കാനുള്ളൊരു നീക്കമാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് സർക്കാരിന്റെ അനാസ്ഥയാണ്. സർക്കാർ ഈ കൃത്യമായി മെഡിക്കൽ കോളേജുകൾക്ക് പണം അനുവദിക്കുന്നില്ല. അനുവദിക്കാതെ ആശുപത്രി വികസന സമിതിയിൽ നിന്ന് തുടർച്ചയായി പണം കടമെടുക്കുന്നതിന്റെ രേഖകളാണ് ജനം TV പുറത്തുവിടുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ രോഗികളിൽ നിന്ന് അനാവശ്യമായി തുക ഈടാക്കി ഫണ്ട് നിറയ്ക്കാനുള്ളൊരു നീക്കം ആശുപത്രി വികസന സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. രോഹിണി. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.